നമസ്കാരം. ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും മാറാരോഗങ്ങൾ, വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക ഭാരത സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇന്റിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗി ശിവനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുജി. നമസ്തേ. ഗുരുജി, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമൊക്കെയാണ് ഒരു വീട് വയ്ക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ പലപ്പോഴും വീട് വച്ചതിന് ശേഷം പല രോഗങ്ങൾ വരുന്നത് കൊണ്ടും പല ദോഷങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വാസ്തുദോഷത്തിന്റെ പേരിൽ അവിടെ താമസയോഗ്യം അല്ലാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും വാസ്തു എന്താണ്? വാസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അതിനിപ്പോൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തൊക്കെ വരാൻ തുടങ്ങിയാൽ ഞാൻ അതിൻ്റെ ആളല്ല. പക്ഷേ എൻ്റെ മനനത്തിൽ എനിക്ക് ബോധ്യം വന്നതും മറ്റ് പൗരാണിക ഗ്രന്ഥങ്ങൾ മറിച്ച് നോക്കിയെന്ന് മനസ്സിലായത്, ജീവനെ നിലനിൽപ്പിന് ആധാരം വായുവും വെളിച്ചവുമാണ്, അല്ലേ? അതെ. ഓക്കെ. ആ വായുവിനെ, പ്രാണവായുവിനെ സ്ഥിതമാക്കുന്ന ഏത് സാഹചര്യമുണ്ടോ അതാണ് വാസ്തു. അപ്പോൾ വായുവും പ്രകാശവും കൃത്യമായി ലഭിക്കുന്ന ഒരാളിന് പിന്നീട് അവൻ്റെ ആഹാരത്തിന് ദഹനശേഷി പ്രകൃതിയാൽ തന്നെ ഉണ്ടാവും. എന്നാൽ ദുഷിച്ച വായു ഉള്ള ഒരു മുറി, പ്രകാശം കടക്കാത്തതുമായ ഒരു മുറി, അതിൽ ജീവിക്കുന്നവൻ്റെ മനോനില എന്തായിരിക്കും? ആരോഗ്യനില എന്തായിരിക്കും? മോശമായിരിക്കുമല്ലോ. യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ചിന്തിക്കുക. ആ അർത്ഥത്തിൽ നോക്കിയാൽ അതാണ് വാസ്തു. മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ വാസ്തു ഒന്ന് നോക്കിയിരുന്നില്ലല്ലോ. കാട്ടിൽ എല്ലാ മൃഗങ്ങളെപ്പോലെ അവനും അനന്തമായ തുറസായ കാട്ടിൽ ജീവിക്കാൻ പഠിച്ചു. അവൻ മരച്ചില്ലകളിൽ ഉറങ്ങിയും അല്ലെങ്കിൽ ഗുഹകളിൽ ഉറങ്ങിയും ഫലമൂലാദികൾ ഭക്ഷിച്ചും ജീവിച്ചു. പിന്നീട് അവൻ്റെ ബുദ്ധി വികസിച്ച് വരുന്നതിനനുസരിച്ചിട്ട് സൗകര്യങ്ങളും കൂട്ടാൻ തുടങ്ങി. സൗകര്യങ്ങൾ കൂട്ടിയപ്പോഴാണ് ആളിന് ഭയം ജനിച്ചത്. എനിക്ക് കയ്യിലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ കള്ളന്മാരെക്കുറിച്ച് ഭയം ഉണ്ടാവുമോ? ഇല്ല. എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ ഞാൻ കള്ളന്മാരെ ഭയക്കാൻ തുടങ്ങും. കള്ളന്മാരെ ഭയക്കുമ്പോൾ അവനെ പറ്റിക്കാൻ ഞാൻ സേഫ് ലോക്കേഴ്സ് ഉണ്ടാക്കും, അല്ലേ? അങ്ങനെയാണ് വീടിന് ഉറപ്പ് വേണം എന്ന ചിന്ത തുടങ്ങിയത്. അതുവരെ അവന് വീട് പ്രപഞ്ചമായിരുന്നു അവൻ്റെ വീട്. പിന്നെ അല്ലെങ്കിൽ അതികഠിനമായ മഴ, വെയിൽ, ഇതിൽ നിന്നൊക്കെ ഒരു മുക്തിക്ക് വേണ്ടി അവൻ ചില ഷെൽട്ടറുകൾ കണ്ടുപിടിച്ചു. ഗുഹകളോ പാറമടക്കുകളോ അങ്ങനെ എന്തെങ്കിലും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീടിന് പിന്നെ ഉറപ്പ് വേണം എന്ന ഒരു ചിന്ത വന്നത് അവന് മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായപ്പോഴാണ്. അങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി? ഒളിച്ചു വെക്കാൻ വേണ്ടി കോട്ടകളുണ്ടാക്കി. അപ്പോൾ വെളിച്ചം കിടക്കാതായി. വെളിച്ചം കിടക്കാതായപ്പോൾ എന്താണ്? പണ്ടേ ദുർബല പോരാത്തതിന് ഗർഭിണി എന്ന് പറയുന്നത് പോലെ ഇവന് കയ്യിൽ പണം അല്ലെങ്കിൽ അവൻ്റെ പൊസസീവ്നെസ്, ഞാൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോകുമോ എന്ന ഭയം കൊണ്ട് തന്നെ അവൻ രോഗത്തിലായി. ഒപ്പം ഇത് ഒളിച്ചു വെക്കാൻ വേണ്ടി അവൻ ഇരുട്ടിൽ ജീവിക്കാനും തുടങ്ങി. അപ്പോൾ പ്രശ്നങ്ങൾ ഇരട്ടിച്ചു. ഇതിൽ നിന്നാണ് പിന്നെ അവനൊരു മുക്തിയില്ലല്ലോ. മനുഷ്യൻ അത്രയും വികസിച്ചു കഴിഞ്ഞു. ധനസമ്പാദനം അവനെ ലിമിറ്റഡ് ആക്കാൻ തുടങ്ങി, ഭയപ്പെടുത്താൻ തുടങ്ങി. അതിൽ നിന്ന് പിന്നെ സുരക്ഷിതമായ ഒരു ധനസമ്പാദനവും ശേഖരണവും എങ്ങനെയെന്ന് ചിന്തിച്ചപ്പോഴാണ് വാസ്തു എന്ന സങ്കല്പം ഉയർന്നു വന്നത്. അപ്പോൾ വായുവിനെ സ്ഥിരമാക്കുന്ന ഒരു സംവിധാനം സുരക്ഷിതത്തോടുകൂടി ഒരുക്കുന്നതാണ് പൂർണ്ണ ഭവനം എന്ന അവസ്ഥയിലേക്ക് ആധുനിക ചിന്ത എത്തി. അപ്പോൾ ഇനി നമുക്ക് കാട്ടിൽ പോയി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തെ എങ്ങനെ സൗകര്യപ്രദമാക്കാമെന്ന് ചിന്തിച്ചാൽ, നിങ്ങളൊരു വീട് വെക്കുമ്പോൾ പ്രകാശത്തിന് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് പരമാവധി കിഴക്കോട്ട് നോക്കി ദർശനത്തിന് വീട് വെക്കുന്നത്.
കാരണം സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ പ്രകാശം, സൂര്യരശ്മികൾ ഒരു പരിധിവരെ ആരോഗ്യത്തിന് വളരെ സഹായകരമാണ്. 2, വായു സഞ്ചാരം. കൃത്യമായ എയർ സർക്കുലേഷന് വേണ്ടി പ്രോപ്പർ വെന്റിലേഷൻ കൊടുക്കുക. വീടിന് സുരക്ഷിതത്വം കൊടുക്കുക, പക്ഷെ ഒപ്പം വെന്റിലേഷൻ മാറ്റരുത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ സത്യത്തിൽ വീട് സുരക്ഷിതമാണ്. പിന്നെ ഇനി നിങ്ങൾ എവിടെ ജീവിച്ചാലും നിങ്ങളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അതിനകത്ത് മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനം ഇല്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് ശാരീരിക രോഗങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവും. മനസ്സും ശരീരവും രോഗാതുരമായിരുന്നാൽ പിന്നെ അവിടെ എന്ത് സ്വസ്ഥതയുള്ളേ? അപ്പോൾ ജീവിതത്തിന് തന്നെ സ്വസ്ഥത ഇല്ലാതാകും. അത് വാസ്തുദോഷമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ശരിക്കും ചിന്താദോഷമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് നല്ലത്. ഗുരുജി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാസ്തുപ്രകാരം ഇപ്പോൾ ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് ഇത്ര എണ്ണം സ്റ്റെപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് പൊളിച്ച് പണിയുന്നതും മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടായ കാലം കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. ഫോയറോ നമ്മൾ അടുക്കളയിൽ വയ്ക്കുന്നതാണ് സക്ക് ചെയ്ത് കളയുന്നത്. ആ പിന്നെ സംവിധാനങ്ങൾ ഇല്ലായിരുന്നൊരു സമയത്താണ് ഈ വാസ്തു ശാസ്ത്രമൊക്കെ വളർന്നു വന്നത്. അതായത് അടുപ്പിൽ തീ കത്തിക്കുന്നു, അത് വിറക് വെച്ച് ആണല്ലോ കത്തിക്കുക. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ നാട് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നത് വടക്ക് നിന്ന് കിഴക്കോട്ട് അല്ലെങ്കിൽ കിഴക്ക് തെക്കായിട്ടാണ് കാറ്റിൻ്റെ പിന്നെ ഒരു ഗതി. സമുദ്രത്തിൻ്റെ നില, പർവ്വതങ്ങളുടെ അവസ്ഥ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ, അപ്പോൾ ഞാനൊരു വീട് വെക്കുമ്പോൾ എൻ്റെ അടുക്കള എവിടെ വെക്കുന്നതായിരിക്കും നല്ലത്? കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ട് കിഴക്ക് തെക്ക് ആ കോർണറിൽ കൊണ്ടുവെക്കുന്നതാണ് നല്ലത്. കാരണം വടക്ക് നിന്ന് വരുന്ന കാറ്റ് വീടിനകത്തുകൂടി കയറി അടുക്കളയിൽ വരും. അടുക്കളയിൽ നിന്ന് അത് പിന്നെ എങ്ങോട്ടാണ് പോണേ? പുറത്തേക്കാണ് പോണത്. അപ്പോൾ ഞാൻ കരി അല്ലെങ്കിൽ വിറക് കത്തിച്ച് തീ കൂട്ടി ആഹാരം പാകം ചെയ്യുമ്പോഴും ഞാൻ ആ പാകം ചെയ്ത ആഹാരത്തിൻ്റെ മണവും എവിടെയാണ് നിൽക്കുന്നത്? അടുക്കളയിൽ. കാറ്റ് വടക്ക് നിന്ന് വന്ന് ഈ അകത്തൂടെ കയറി ഈ അടുക്കളയിൽ വന്ന് ഈ ചൂടിനെയും മണത്തെയും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ വീടിനകത്ത് ദൂഷ്യമുണ്ടോ? ഇല്ല. അതേസമയം ഞാൻ അടുക്കള ഇവിടെ ബാക്ക് സൈഡിൽ കൊണ്ട് വച്ചാൽ, വടക്ക് ഭാഗത്ത് വച്ചാൽ എന്തു പറ്റും? അടുക്കളയിൽ നിൽക്കുന്ന മണവും ചൂട് കാറ്റും എല്ലാം വീടിനകത്ത് നിന്ന് കറങ്ങാൻ തുടങ്ങും. അത് ശരിയോ തെറ്റോ? ഇത്രയേ ഉള്ളൂ. അതേസമയം എൻ്റെ അടുക്കളയിൽ ഞാൻ ഫോയർ വെച്ചിട്ടുണ്ട്. എല്ലാ അവിടെ വേവിക്കുന്ന ആ ചൂടും മണവും എല്ലാം ഇത് സക്ക് ചെയ്ത് പുറത്ത് കളയുകയാണെങ്കിൽ, കറക്റ്റ് പൈപ്പിലൂടെ കൊണ്ട് സേഫായിട്ടുള്ള സ്ഥലത്ത് എക്സ്പെൽ ചെയ്യുകയാണെങ്കിൽ വാസ്തു മാറിയില്ലേ? അതുപോലെ പഴയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈ സ്റ്റെപ്പിൻ്റെ എണ്ണം അത് ഓരോ ജീവിത സാഹചര്യങ്ങളനുസരിച്ചിട്ട് നിശ്ചയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു കോട്ടയ്ക്ക് ഇത്ര ഹൈറ്റ് മതിലിന് വേണമെങ്കിൽ അതിന് ഇത്ര സ്റ്റെപ്പ് വേണം എന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ കിടപ്പനുസരിച്ചിട്ട് ഇന്നത്തെ പോലെ AC-യോ ഫാനോ അന്നില്ല. അപ്പോൾ വായു സഞ്ചാരത്തെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവലംബമാക്കിക്കൊണ്ടാണ് ജീവിത സാഹചര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ അന്ന് വിളക്ക് കത്തിക്കുന്നത് എണ്ണയിലാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ തീയുടെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കാറ്റിൻ്റെ ഗതി, തീയുടെ സാന്നിധ്യം, ഇതിനെയൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. കാരണം സുരക്ഷിതത്വം കുറവായിരുന്നു. ഇന്ന് നമ്മളൊരു ബൾബ് കത്തി നിൽക്കുന്നു, അവിടെ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം അവിടെ ഒരു എണ്ണത്തിരിയിട്ട് കത്തിക്കുന്ന ഒരു വിളക്കാണെങ്കിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ കോട്ടൺ വരാൻ പാടില്ല, തുണി ആ സ്ഥലത്ത് അടുത്ത് വരാൻ പാടില്ല, അങ്ങനെ ചില നിയമങ്ങളുണ്ടാവും. ഇത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു ശാസ്ത്രമാണ്. അതിനെ സ്ഥാപത്യ വേദം, ആയുർവേദം, ധനുർവേദം എന്നൊക്കെ പറയുന്ന പോലെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ, ഭവനത്തെ സ്ഥിതമാക്കുന്ന ഒരു അവസ്ഥയാണ് സ്ഥാപത്യ വേദമായി മാറ്റിയത്. അതിന് ഏറ്റവും പ്രമുഖമായി നിന്നിരുന്നത് ക്ഷേത്ര കലയാണ്, അതായത് ടെമ്പിൾ ആർക്കിടെക്ചർ. അതൊരു അപാര സാധ്യതയാണ്. അത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുമാണ്. ഇത്രയും സൂക്ഷ്മമായി പ്രപഞ്ച ഊർജ സ്രോതസ്സുകളെ കൃത്യമായി ഡൈവേർട്ട് ചെയ്ത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉതകും വിധം
കോർഡിനേറ്റ് ചെയ്ത് വച്ചത് അതൊരു വലിയ ഒരു കല തന്നെയാണ്. ആ ആഴത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ ഭയമൊക്കെ നമുക്ക് ഇല്ലാതാവും. അവിടെയും മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ക്ഷേത്രം തന്നെ ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. ഗീത എന്താ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. അർജുന, നിൻ്റെ ശരീരമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ നിലനിർത്താനുള്ള ഉപാധികളാണ് ഭവനം. അപ്പോൾ മുഖ്യ ഘടകം മനസ്സും ശരീരവുമാണ്. ആ ശരീരത്തിന് ഊർജ സന്നിവേശത്തിന് വേണ്ട യുക്തമായ സാഹചര്യം ഒരുക്കുക, അതും നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുക. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. പല ആൾക്കാരും കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ എൻജിനീയർ ഒരു കാര്യം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത് എന്നോട് സംസാരിക്കാൻ ഒരു ആർക്കിടെക്റ്റ് വന്നിരുന്നു. അപ്പോൾ ഈ ആർക്കിടെക്റ്റിൻ്റെ പ്രധാന പ്രശ്നം, ഈ വടക്കേ ഇന്ത്യയിൽ ആൾക്കാർ തെക്കോട്ട് തലവെച്ച് കിടക്കും. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ അവരെ വാസ്തുശാസ്ത്രം ശരിയെന്ന് പറയുന്നു. ഇവിടെ ഈ തെക്കോട്ടും വടക്കോട്ടും സാധാരണ തല വെക്കാറില്ല. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അവൻ മരിച്ചു എന്ന് പറയാറില്ല. തെക്കോട്ടെടുത്തു എന്ന് ഒരു സാഹിത്യ ഭാഷയിൽ പറയാറുണ്ട്. തെക്കോട്ടെടുത്തു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. പിന്നെ മരിച്ച ഒരു ഡെഡ് ബോഡി നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കിടത്തുന്നത്? തെക്കോട്ട് തലവെച്ച് ആണ് കിടത്തുന്നത്. അപ്പോൾ തെക്കോട്ട് തലവെച്ച് ഡെഡ് ബോഡി ശവശരീരത്തെ കിടത്തുമെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ശവശരീരമായിട്ടാണോ കിടക്കേണ്ടത്? യുക്തിക്ക് മുന്നിലൊരു ചോദ്യം കൊടുക്കുക. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് പറഞ്ഞു, അത് ഇന്ന പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂമിയുടെ കറക്കവും ആംഗിളുമായിട്ടൊക്കെ ചേർന്ന്. ഇതൊക്കെ മനുഷ്യൻ ശാസ്ത്രബുദ്ധിയാൽ ചിന്തിച്ചപ്പോഴല്ലേ ഈ കണക്കുകളും കാര്യങ്ങളും വന്നത്. അതുവരെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കിടന്നുറങ്ങിയവൻ എന്ത് വാസ്തു നോക്കിയാണ് കിടന്നുറങ്ങിയത്? മനസ്സമാധാനമുള്ളവൻ ഏത് ഡയറക്ഷനിൽ കിടന്നാലും അവൻ ഉറക്കം വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവലിംഗം. ശിവലിംഗം എടുത്ത് വച്ച് അതിന് ഈ വെള്ളം കളക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു മാർഗം ഇല്ല എന്ന് വെക്കുക. ആ ശിവലിംഗത്തിൻ്റെ ദിക്കേതാ? ഒറ്റ തിരിയിട്ട് കത്തിച്ചൊരു വിളക്ക്. സാധാരണ നമ്മൾ 5 തിരിയൊക്കെ ഇടുമ്പോഴാണ് ഡയറക്ഷൻ വരുന്നത്. എന്നാൽ ഒറ്റ തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ, അതിൻ്റെ ദിക്കേതാണ്? സോ എനർജി ക്യാൻ ഗോ ടു എനി ഡയറക്ഷൻ. അങ്ങനെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് മനസ്സിനെ മാറ്റി അനന്തമായ ഊർജത്തിൽ മനസ്സിനെ സ്ഥാപിക്കാൻ കഴിയുന്നവന് ഇതൊന്നും ഒരു ഘടകമേ അല്ല. എന്നാൽ ഞാൻ പരിമിതനാണെന്നും ദിക്കുകളും മറ്റ് വിഷയങ്ങളും എൻ്റെ ശരീരത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും എന്ന ഭയമുള്ളവന് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് വാസ്തുവിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് സുരക്ഷിതം. എന്നാൽ ഉറപ്പിക്കുക, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് വെളിച്ചവും വായു സഞ്ചാരവും കൃത്യമായും ഉണ്ടായിരിക്കണം. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മമായി ഈ നിരീക്ഷിച്ചാൽ ഈ ഉറുമ്പ് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാരണം ഉറുമ്പ് എപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവ് പവറാണ്. ഒരു ശവശരീരം കിടന്നാൽ ആദ്യം ആരാ വരുന്നതിൻ്റെ അടുത്ത്? ഉറുമ്പ്. ഇപ്പോൾ ഒരാളിൻ്റെ മൂക്കിലൂടെ ഒരു ഉറുമ്പ് വരുന്നെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചു അയാൾ മരിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ആ ഉറുമ്പ് അവിടെ വരില്ല. കാരണം അവൻ തുമ്മും. മനസ്സിലായില്ലേ? ഇതുപോലെ ഉറുമ്പ്, ചെതൽ ഈ സ്ഥലങ്ങൾ കൂടുതലുള്ള, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക. അവിടെ പിന്നെ നിരീക്ഷിക്കുകയാണ്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്ത് ടെർമൈറ്റൊക്കെ വരാത്ത രീതിയിലേക്ക് പിന്നെ കെമിക്കലോ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് എന്ത് വേണേൽ ചെയ്യാം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മനോനിലയാണ്. ഭയന്നുകൊണ്ട് എന്ത് ചെയ്താലും ദോഷമേ സംഭവിക്കൂ. എന്നാൽ അറിവിൻ്റെ ധൈര്യത്തോടു കൂടി യുക്തിഭദ്രമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങൾക്ക് തരുന്ന സ്ഥിരമായ സുഖം. ശരിക്കും നമ്മുടെ ലോജിക്കും കൂടിയും അതിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെല്ലാം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് എന്നാലേ ഈ പേടികളെല്ലാം മാറ്റാൻ പറ്റുള്ളൂ. ഭയം എപ്പോഴാണ്? അറിവില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്തൊരു മൂർഖൻ വന്നു എന്ന് വെക്കുക. നമ്മളെല്ലാം ഇമ്മീഡിയറ്റായിട്ട് ഓടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ഭയം ആ അപകടത്തെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ
എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ആ അറിവില്ലായ്മയാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. അതേസമയം ഇപ്പോൾ വാവ സുരേഷ് അവിടെ നിൽക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ എത്ര പേര് ഭയക്കോ? ഇല്ല. കാരണം ആ അപകടത്തെ, നമുക്ക് അപകടമെന്ന് തോന്നുന്നത് സുരേഷിനെ സംബന്ധിച്ച് അത്ര അപകടമല്ല. ബിക്കോസ് ഹീ നോസ് ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. അപ്പോൾ ആ അറിവാണ് അവന് ധൈര്യം കൊടുക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്നത് അറിവില്ലായ്മയാണ്. അതുപോലെ പ്രപഞ്ച സംവിധാനങ്ങളെക്കുറിച്ചും എൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഉള്ള അറിവില്ലായ്മയാണ് എന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഭയം അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ മാറ്റിയാലോ ഭയവും ഇല്ലാതായി. അങ്ങനെ വരണമെങ്കിൽ യുക്തി ഉപയോഗിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഈ തരം കാര്യങ്ങളിൽ നിന്ന് നന്മകൾ എടുക്കാം. അമിതമായ അവകാശവാദങ്ങളെ ആ അർത്ഥത്തിൽ തള്ളിക്കളയുക. ഗുരുജി, ഇനി നമ്മുടെ ഒരു പ്രേക്ഷകയുടെ ഒരു സംശയമാണ്. അവര് വീട്ടില് വിളക്ക് കത്തിക്കാറുണ്ട് എന്നും 5 തിരിയിട്ടിട്ട് വിളക്ക് കത്തിച്ച് തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയോ ദോഷങ്ങൾ വരുന്നത് പോലെ അവർക്കൊരു തോന്നലുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു സത്യവും ഇല്ല, വെറും ഭയം മാത്രമാണ്. അല്ലെങ്കിൽ ആ പാവത്തിനെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്. വെളിച്ചം ഒരിക്കലും നമുക്ക് ദോഷമുണ്ടാക്കില്ല. പക്ഷേ അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ദോഷമാകും, തീ പിടിക്കും, ഇല്ലേ? പിന്നെ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം വലിയ ഉപയോഗമൊന്നും തരില്ല. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇരുട്ട് തന്നെയാണ് നല്ലത്. അപ്പോൾ അവിടെ വെളിച്ചമാണോ നല്ലത്, ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അവസരോചിതം എന്നേ പറയാൻ കഴിയൂ. പിന്നെ വിളക്ക് കത്തിക്കുന്നത് സത്യത്തിൽ കത്തിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. പിന്നെ എന്തിനത് കത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടാകും. പൊതുവെ ദക്ഷിണേന്ത്യയെ എനിക്ക് കൂടുതൽ അറിയാവൂ, മറ്റ് ഉത്തരേന്ത്യൻ ആചാരങ്ങളെക്കുറിച്ച് എനിക്ക് ആഴത്തിൽ അറിയില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നമ്മൾ വിളക്ക് വെക്കുന്നത് 2 തലങ്ങളായിട്ടാണ്. എൻ്റെ നാട്ടിലൊക്കെ പറയുന്നത് നെരിപ്പോടെന്നാണ്. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്? ഈ പുറത്ത് വിളക്ക് വയ്ക്കും, വീടിൻ്റെ പുറത്ത് വിളക്ക് വെക്കും. എന്നിട്ട് ഞാൻ കുട്ടിയിലെ വിളക്ക് വയ്ക്കാൻ ചില ദിവസം എനിക്ക് ഡ്യൂട്ടി കിട്ടും. ചേച്ചിമാരൊന്നും അവർക്ക് വിളക്ക് വെച്ചുകൂടാത്ത ദിവസങ്ങളിലൊക്കെ ഇടയിൽ ഇന്ന് നീ വിളക്ക് വെക്കണം എന്ന് പറയും. അപ്പോൾ നെരിപ്പോട് അമ്മ പറയും, ആദ്യം നെരിപ്പോട് വെക്കണം, പിന്നെ അകത്ത് കത്തിക്കണം. അപ്പോൾ കുളിച്ചിട്ട് വന്ന് വിളക്ക് പുറത്ത് പോയി ഈ തുളസിയൊക്കെ നട്ടിട്ടുണ്ടാകും, നമുക്കവിടെ തറയില്ലായിരുന്നു, പക്ഷെ അവിടെ ഒരു വിളക്ക് കത്തിക്കണം നെരിപ്പോട്. എന്നിട്ടാണ് അകത്ത് വന്നിട്ട് നിലവിളക്ക് കത്തിക്കേണ്ടത്. ഒരു തിരിയിട്ടാണ് ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഓക്കെ, അമ്മ പറഞ്ഞതുകൊണ്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ അന്ധമായിട്ടങ്ങ് തള്ളിക്കളഞ്ഞു. എന്താണ് ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്ന് തള്ളിക്കളഞ്ഞു. പിന്നീട് കുറച്ചുകൂടി ബോധം വന്നപ്പോൾ ഞാനതിൻ്റെ ആശയം എന്താണെന്ന് ആഴത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു വമ്പൻ സാധ്യതയാണ്. ഒരു പ്രപഞ്ച തത്വത്തെ ഒരു സിമ്പിൾ, വളരെ ലളിതമായ ഒരു ആചാരമായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് എനർജി കനോട്ട് മാനിഫെസ്റ്റ് എലോൺ. അനന്തമായ ഊർജം ഏതെങ്കിലും ഒരു കണികാരൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ദുഗുണങ്ങളുടെ ചേർച്ച ഉണ്ടാകണം. രാവും പകലും ഉണ്ടെങ്കിലേ ഒരു ദിവസമുള്ളൂ. ആണും പെണ്ണും ഉണ്ടെങ്കിലേ ഒരു സൃഷ്ടിയുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഒരു ആറ്റമുള്ളൂ. ചൂടും തണുപ്പും ഉണ്ടെങ്കിലേ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ, ഇല്ലേ? അപ്പോൾ ഈ 2 വൈരുദ്ധ്യങ്ങളുടെ ഒരു ചേർച്ചയാണ് സൃഷ്ടി. നമ്മുടെ ശരീരം തന്നെ വലത് സൈഡ് സോളാറും ഇടത് സൈഡ് ലൂണാറും, സൂര്യചന്ദ്ര മസൂരൈക്യം, ചൂടും തണുപ്പും കൂടി പരസ്പരം ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ദ്വൈതത്തെ നമുക്ക് ഒരു ആചാര രൂപത്തിൽ ഉപദേശിച്ച് തരികയാണ് ചെയ്തത്. ഇപ്പോൾ പുറത്തെന്തിനാണ് വിളക്ക് വയ്ക്കുന്നത് പറഞ്ഞാൽ ശ്രീദേവിയും ഉണ്ട്, മൂദേവിയും ഉണ്ട്. ഇവർ ഇരട്ടകളാണ്. ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നത് ഈ മൂദേവിയാണ്, പ്രോസ്പെരിറ്റി ആൻഡ് പോവർട്ടി. ശ്രീദേവി ഐശ്വര്യവും മൂദേവി അനൈശ്വര്യവുമാണ്, ആപത്തുമാണ്. പക്ഷേ ഇവർക്ക് 2 പേർക്കും കൂടെ സഞ്ചരിക്കാൻ കഴിയും. കാരണം സൃഷ്ടി തത്വം അങ്ങനെയാണ്, പരസ്പര വിരുദ്ധങ്ങളായ 2 എണ്ണത്തിനെ ചേർത്ത് വച്ചിരിക്കുകയാണ്. ആറ്റവും അതാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിരുന്നില്ലെങ്കിൽ ഒരു ആറ്റമില്ല.
ആറ്റങ്ങളാലല്ലേ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കുള്ള ആശയത്തെ, ശാസ്ത്ര സത്യത്തെ നമുക്ക് എങ്ങനെയാണ് റിമൈൻഡ് ചെയ്യുക? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ദ്വൈതം എന്ന സൃഷ്ടി രഹസ്യത്തെ നാം ഒരു ആചാര രൂപത്തിൽ നമ്മൾ റിമൈൻഡ് ചെയ്യണം, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ആപത്ത്, അതിനെ പുറത്ത് കൊണ്ടൊരു വിളക്ക് വയ്ക്കുന്നു. ഞാൻ അംഗീകരിച്ചു ചേച്ചി, നിങ്ങൾ അവിടെ നിന്നോളൂ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ലക്ഷ്മിയെ വീടിനുള്ളിലേക്ക് വിളിക്കുകയാണ്. എനിക്ക് പോവർട്ടി ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കാം, പക്ഷേ എനിക്ക് പോറായി ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അനിയത്തിയെ ഞാൻ വീടിനുള്ളിലേക്ക് കയറ്റുന്നു, പ്രോസ്പെരിറ്റിയെ ഉള്ളിലേക്ക് കയറ്റി അവിടെ ഒരു വിളക്ക് വെക്കുന്നു, പോവർട്ടിയെ പുറത്ത് നിർത്തി അവിടെയും ഒരു വിളക്ക് വയ്ക്കുന്നു. അപ്പോൾ രണ്ടിനെയും, ഇന്നിനെയും യാങ്ങിനെയും ഞാൻ അംഗീകരിച്ചു, എങ്കിലും യാങ്ങിനെ ഞാൻ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. ആ അർത്ഥത്തിൽ വിളക്ക് വച്ചാലും വച്ചില്ലെങ്കിൽ, ഈ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വെക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മൾ ഒരു വെളിയിലൊരു വിളക്ക് വെച്ചു, എൻ്റെ അനൈശ്വര്യത്തെ, ആപത്തിനെയൊക്കെ ഞാൻ പുറത്ത് നിർത്തി, എന്നിട്ട് എൻ്റെ സുഖത്തെ, ഐശ്വര്യത്തെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നു എന്ന് എൻ്റെ മനസ്സിൽ ഒരു ബോധം ഉദിച്ചാൽ നല്ലതോ ചീത്തയോ? നല്ലത്. ആ മാറ്റം നടക്കുന്നത് എൻ്റെ മനസ്സിലാണ്. അവിടെ ഒരു ആചാര രൂപേണ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഒരു തിരിയും കൂടെ കത്തിച്ച് ഒരു നല്ല മണവും അതിൻ്റെ മുന്നിലിരുന്ന് നാമം ജപിക്കുകയാണ്. നാമജപം എന്തിനാ? മനസ്സിനെ ഏകാഗ്രമാക്കാൻ. കുറച്ച് നാൾ നാമം ജപിച്ചു വരുമ്പോൾ ജപം എന്തെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങും. യുക്തി ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോയാൽ പഠിക്കണം, പഠിച്ചാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ ആ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരും. 10ാം ക്ലാസ് വരെ ഉള്ള സ്കൂളാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ 10 വർഷത്തിൽ കൂടുതൽ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. കാരണം 10ാം ക്ലാസ് പാസ്സായ പിന്നെ എങ്ങനെ പോകാൻ പറ്റും? അടുത്ത സ്കൂളിൽ പോകണം. ഇതുപോലെ ഈ ആചാരങ്ങൾ എപ്പോഴും ആത്മീയ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ജപം എന്താണെന്ന് ചോദിച്ചാൽ അതിന് 3 തലങ്ങളുണ്ട്: വാച്യം, ഉപാംശു, മാനസം. ഉറക്കെ ജപിക്കുന്നതും അവനവന് കേൾക്കാൻ ജപിക്കുന്നതും മനസ്സിൽ ജപിക്കുന്നതും. മനസ്സിൽ ജപം തുടങ്ങിയാൽ മനനവും ധ്യാനവും സംഭവിക്കും. ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ അവന് ഉപാധികളുടെ ഒരാവശ്യമില്ല. മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ ബാഹ്യമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഒരു തിരിയിട്ട് വിളക്ക് പുറത്തും വെക്കുക, അകത്തും വയ്ക്കുക, അത്ര തന്നെ. ഇപ്പൊ ഗുരുജി ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെയൊക്കെ വീട്ടില് ചെറുപ്പത്തില് ചേട്ട കളയാന്ന് പറയും. വിളക്ക് വെക്കുന്നതിന് മുമ്പ് അടിച്ചു വാരി ചേട്ട കളഞ്ഞതിന് ശേഷം വിളക്ക് വെക്കും, അതിനുശേഷം അടിച്ചു വാരാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ എല്ലാത്തിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്തേ. ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾക്ക് എഴുതുക. ഭരതം, ഇന്റിമസി ഹീലിംഗ് വില്ലേജ്, പൂവത്തൂർ PO, നെടുമങ്ങാട്, തിരുവനന്തപുരം 695561. ഇമെയിൽ kaumudibharadam@gmail.com.